അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടം ഉണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹാബോത്ത് എന്ന് പേരിട്ടു. ദൈവം നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കും എന്ന് പറഞ്ഞ് അതിന് രഹാബോത്ത് എന്ന് പേരിട്ടു. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ എന്നാണ് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുകയാണ്. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുകയാണ്. നമ്മുടെ ഏത് പരിശ്രമങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ കടാക്ഷം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രയത്നങ്ങൾ സഫലമായി തീരുകയുള്ളൂ. ദൈവം ഭവനം പണിതാൽ എന്ത് സംഭവിക്കും? 112-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. 118-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യം, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. നമ്മളൊക്കെ ഇവിടെ വീടും കൂടുമൊക്കെ കെട്ടി ജീവിക്കുന്നെങ്കിലും നമ്മുടെ സ്ഥിരമായ വാസസ്ഥലം ഇവിടെയല്ല. നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിലെ ഭക്തന്മാർ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരാ സത്യം മനസ്സിലാക്കുകയും അവരുടെ നാവുകൊണ്ട് ആ സാക്ഷ്യം ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? വിശ്വാസത്തിൽ മരിച്ചു. യാക്കോബ് യോസഫിൻ്റെ അടുക്കൽ ഈജിപ്തിൽ എത്തുന്നു. അപ്പനെ വിളിച്ചുകൊണ്ട് യോസഫ് ഫറോ രാജാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഫറോൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, യാക്കോബ് ഫറവോനോട്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ. എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പരദേശവാസമായിരുന്നു ഭൂമിയിലെന്ന് പിതാക്കന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞു. അതാണ് യാക്കോബ് അന്യനാട്ടിൽ വെച്ച് പറയുന്നത്, ഞാൻ പരദേശിയാണ്, എൻ്റെ പിതാക്കന്മാർ പരദേശികളായിരുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഇക്കാര്യം ഏറ്റുപറയുന്നുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അപ്പോൾ വിശ്വാസികൾ ഭൂമിയിൽ ആരാണ്? പ്രവാസികളും പരദേശികളുമാണ്. മറ്റൊരു നാട് നമുക്കുണ്ട്. ഇവിടുത്തെ വാസം കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ലൊരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട്.
പ്രൈസല്ലോ. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കല്ലും മരവും മണ്ണും സിമെന്റ് കൊണ്ടുമൊക്കെ പണിതുണ്ടാക്കിയത്. എന്നാൽ യജ്ഞങ്ങൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായൊരു കെട്ടിടം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നല്ല വീടുകളൊക്കെ തരുന്നു. നീ വയ്ക്കാത്ത വീട്, വെട്ടാത്ത കിണറൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ദൈവം പിതാക്കന്മാരോട് പണ്ട് വാഗ്ദത്തം ചെയ്തു. കനാൻ നാട്ടിലെത്തുന്നതിന് മുമ്പുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. കനാൻ നാട്ടിലെത്തിയതിന് ശേഷം അതിമനോഹരങ്ങളായ വീടുകൾ വെച്ച് അവിടെ താമസിച്ചു. പക്ഷേ നല്ല വീടുകളൊക്കെ പണിത് അതിനകത്ത് താമസിക്കുമ്പോൾ അവർ വളരെ അത്യന്താപേക്ഷിതമായി ഓർത്തിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കർശനമായ കൽപ്പനയായി ദൈവം തിരുവെഴുത്തിലൂടെ നൽകിയിട്ടുണ്ട്. ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഒരു ഗൃഹപ്രവേശനത്തിൻ്റെ പ്രാധാന്യത അവിടെ പങ്കുവയ്ക്കുകയാണ്. വായിക്കാം. പിന്നെ പ്രമാണികൾ ജനത്തോട് പറയേണ്ടത് എന്തെന്നാൽ, ആരെങ്കിലും ഒരു പുതിയ വീട് പണിയിച്ച് ഗൃഹപ്രവേശം കഴിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തൻ ഗൃഹപ്രവേശം കഴിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ഒരുത്തൻ പട്ടാള സേവനത്തിലാണെന്നിരിക്കട്ടെ, അവനൊരു വീട് പണിയിച്ചു. അവിടെ പറയുകയാണ്, അവൻ ഗൃഹപ്രവേശനത്തിന് വേണ്ടി തീർച്ചയായും മടങ്ങിപ്പോകണം. കാരണം പടയിൽ പട്ടുപോയാൽ, പടയിൽ എപ്പോഴാ പട്ടുപോകുന്നെന്നുള്ളത് ഉറപ്പില്ല. അവൻ പണിത വീട്ടിൽ വേറൊരാൾ ഗൃഹപ്രവേശനം നടത്താതിരിക്കേണ്ടതിന് പടയിൽ പട്ടുപോകുന്ന മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ തേങ്ങലുണ്ടായിരിക്കും, ഹൃദയത്തിൽ ഒരു വലിയ വെമ്പലുണ്ടായിരിക്കും. അങ്ങനെ വരരുത്. അതുകൊണ്ട് ഗൃഹപ്രവേശനത്തിന് വേണ്ടി അവൻ മടങ്ങിപ്പോകണമെന്ന് ദൈവം അവിടെ കർശനമായി കൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ ഞാനും നിങ്ങളും ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, മറന്നുകൂടാത്ത ചില കാര്യങ്ങളുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ആദ്യം വായിക്കണം. അതിനുശേഷം 12 മുതൽ 14 വരെയുള്ള വാക്യവും ഉറക്കെ വായിക്കണം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നുമേറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും. നല്ല വീടുകൾ പണിത് അതിൽ പാർക്കുമ്പോൾ നീ ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, നീ അതിനെക്കുറിച്ച് സ്തോത്രം ചെയ്യണം. ഇന്ന് പകലിൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് അതിമനോഹരമായൊരു ഭവനം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവം ദാനമായി നൽകി. അതോർത്ത് നാം ദൈവത്തിന് ഹൃദയം കൊണ്ട് സ്തോത്രം ചെയ്യണം. 2, നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. അയൽപ്പക്കക്കാരനേക്കാൾ കുറച്ചുകൂടെ മികച്ച വീടാണ് എൻ്റെത്, അതുകൊണ്ട് ഞാൻ എന്തോ ആണ്, എൻ്റെ കൈയുടെ കഴിവ് കൊണ്ടാണ് ഞാനിത് സിദ്ധിച്ചത് എന്ന് പറഞ്ഞ് നിന്റെ ഉള്ളിൽ നിഗളിക്കരുത്. ബൈബിളിൽ തന്നെയുള്ളൊരു സംഭവകഥ, സാമൂഹ്യശാസ്ത്ര പാഠത്തിൽ സ്കൂളിൽ കുട്ടികളൊക്കെ പഠിക്കുന്ന നെബൂഖദ്നേസറിൻ്റെ ചരിത്രം. തൂക്കുവാനമൊക്കെ ഉണ്ടാക്കിയിരുന്ന മനുഷ്യനാണ് അക്കാലത്ത് നെബൂഖദ്നേസർ രാജാവ്. ഒരു ദിവസം തൻ്റെ മാളികയുടെ മുകളിലൂടെ താൻ ഉലാത്തുമ്പോൾ ആ മനുഷ്യൻ അഹങ്കാരത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ നിർമ്മിച്ച മഹദിയം ബാബേൽ അല്ലയോ എന്ന്.
ആ വാക്ക് ആ മനുഷ്യൻ്റെ നാവിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ കഠിനമായി സൃഷ്ടിച്ചു. അവൻ കാളയെപ്പോലെ കാട്ടിൽ പോയി 7 വർഷം കാട്ടുമൃഗങ്ങളോടുകൂടെ മഞ്ഞ് മേഞ്ഞ് കാട്ടിലെ പുല്ല് തിന്ന് ജീവിക്കേണ്ടുന്ന ഗതികേട് വന്നു. നമുക്കൊരു ഭയനിർദ്ദേശമായി ഒരു മുന്നറിയിപ്പാണ് ഇവിടെ വായിക്കുന്നത്. എന്താ? നിന്റെ ഹൃദയം നിഗളിക്കരുത്. എൻ്റെ കൈയായി ഇതുണ്ടാക്കിയതെന്ന് പറയാതിരിപ്പാൻ നാം സൂക്ഷിച്ചു കൊള്ളണം. നമ്മുടെ എല്ലാ നന്മകളും ആര് തന്നതാ? ദൈവം തന്നതാ. 16-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, കർത്താവായ യഹോവേ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. എല്ലാവരും ഒന്ന് പറയാൻ കഴിയുമോ? കർത്താവായ യഹോവേ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. അടുത്ത വാക്യം ഇങ്ങനെയാ, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനം ലോകത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വോട്ട് ബാങ്കാണ്. കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് പെന്തക്കോസ്ത് വിശ്വാസികളുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രാരംഭകാലം ഇങ്ങനൊന്നുമായിരുന്നില്ല. പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, ചീഞ്ഞ മുട്ടയ്ക്കെറിഞ്ഞിട്ടുണ്ട്, ചാണകം വാരി എറിഞ്ഞിട്ടുണ്ട്, വീട്ടിലെ ഓഹരി കൊടുക്കാതിരുന്നിട്ടുണ്ട്. സ്ഥാവര ജംഗമ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വസ്ത്രങ്ങൾ വലിച്ചു കീറിയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ പേരിൽ കേരളത്തിൽ ദൈവത്തിൻ്റെ ജനം ഒരുപാട് പീഡകൾ അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും അവർക്കൊരു കൂട്ടുവിശ്വാസിയെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. ഓടിച്ചെന്ന് അവർ ആലിംഗനം ചെയ്യുമായിരുന്നു. വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കിണ്ടിയിൽ വെള്ളമൊഴിച്ച് ആ വിശുദ്ധന്മാരുടെ കാല് കഴുകുകയും തോർത്തു വെച്ച് തുടയ്ക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കപ്പ നുറുക്കെ ഉള്ളെങ്കിലും അത് കൊടുത്ത് അവരുടെ ആതിഥ്യ മര്യാദകൾ പാലിക്കുമായിരുന്നു. ഇല്ലായ്മയുടെ വല്ലായ്മയുടെ കാലത്ത് ദൈവദാസന്മാരെ മാനിച്ചവർ, ദൈവവേലയ്ക്ക് വേണ്ടി കൈത്താങ്ങൽ കൊടുത്തവർ ആരും മുടിഞ്ഞു പോയിട്ടില്ല. തമ്പുരാൻ അവരുടെയൊക്കെ ദുർഗതികൾ മാറ്റിയിട്ടുണ്ട്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. അപ്പോൾ വീട് വെച്ച് താമസിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി ആവർത്തന പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം കൂടെ, പുതിയ വീട് പണിതാൽ നിന്റെ വീട്ടിൻ മുകളിൽ നിന്ന് വല്ലവനും വീണിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് നീ അതിന് കൈമതിൽ ഉണ്ടാക്കണം. നീ അതിന് എന്ത് ചെയ്യണം? കൈമതിലുണ്ടാക്കണം. പാരപ്പറ്റ് പണിയണമെന്ന. വീടിന് പാരപ്പറ്റില്ലെങ്കിൽ എന്തു ചെയ്യും? ഒരു മനുഷ്യൻ അവിടെ പോയി പെട്ടെന്ന് വീണ് മരിച്ചാൽ ആ രക്തപ്പിഴ ആ വീടിന് മേൽ വരരുത്. അതുകൊണ്ട് ആ വീടിന് എന്തു ചെയ്യണം? പാരപ്പറ്റ് പണിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാൻ പോകുന്നത് ആത്മീകമായ ഒരു പാരപ്പറ്റിനെ കുറിച്ചാണ്, ഒരു മതിൽ കെട്ടലിനെ കുറിച്ചാണ്. നമ്മൾ മതിൽ കെട്ടുന്നു, നല്ല കാര്യം. പക്ഷെ നമുക്ക് വേണ്ടി മതിൽ കെട്ടുന്ന മറ്റൊരാളുണ്ട്. അത് സർവശക്തനായ ദൈവമാണ്. തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം ഇയ്യോബിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിരുന്നു. സാത്താൻ വന്നിട്ട് പറയുക, വെറുതെയാണോ അവൻ ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവനുള്ളതിനുമെല്ലാം വേലി കെട്ടിയിരിക്കുന്നുവല്ലോ എന്ന്. നമുക്കൊരു വേലിയുണ്ട്. എന്താ വേലിയെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. സെക്കറിയാ പ്രവചനം 2-ാം അധ്യായത്തിൽ ദൈവം പറയണം, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കുമെന്ന്. ഒരു അദൃശ്യമായ ഒരു തീമതിൽ ഇന്ന് മുതൽ ഈ ഭവനത്തിനുണ്ടായി വരേണ്ടതിനായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കടന്നു പോകുന്ന വേളയിൽ മരണദൂതൻ അതുവഴി കടന്നുപോയി. ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടണമെന്ന്. ആ രക്തം പുരട്ടിയ ഒരു വീട്ടിലും മരണദൂതൻ പ്രവേശിച്ചില്ല. ഇന്ന് പകലിൽ സംഹാരദൂതൻ അടുക്കാതിരിക്കേണ്ടതിന് ദൈവ കുഞ്ഞാടായ യേശുവിൻ്റെ രക്തം ഈ ഭവനത്തിന് മതിലായി മാറേണ്ടതിനായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേരാകും.
അല്ലേ? സ്തോത്രം. അദൃശ്യമായൊരു മതിൽ, സ്വർഗീയമായൊരു മതിൽ ഈ ഭവനത്തിനുണ്ടായി വരേണ്ടതിനായി ചില മിനിറ്റുകൾ കഴിയുമ്പോൾ നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കും. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ദൈവം ഒരുവന് ഇടമുണ്ടാക്കിയതായി നമ്മൾ വായിക്കുന്നു, അല്ലേ? ദൈവം നമുക്കിപ്പോൾ ഇടമുണ്ടാക്കി, നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അതിന് രേഖാബോത്ത് എന്ന് പേരിട്ടു. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായതുപോലെയുള്ളൊരു ക്ഷാമം ഇസഹാക്കിൻ്റെ കാലത്തുണ്ടായി. ക്ഷാമത്തെ അതിജീവിക്കാനൊക്കെ ആളുകൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ചേക്കേറുകയാണ്, പരദേശവാസത്തിന് തുനിയുകയാണ്. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, നീ ഈ ദേശത്ത് താമസിക്കണം, മിസ്രൈമിലേക്ക് നീ പോകരുത്, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ക്ഷാമം മുറ്റി നിൽക്കുന്ന ആ സമയത്ത് ഇസഹാക്ക് ആ നാട്ടിൽ തന്നെ താമസിച്ചു. അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? ദൈവത്തിന് സ്തോത്രം. ദേശത്ത് താമസിച്ചാൽ എന്ത് സംഭവിക്കും? യിരെമ്യാപ്രവചനം 42-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണികയും. നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണിയുകയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. ദൈവം ആക്കി വച്ചിരിക്കുന്ന ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ചാൽ ദൈവം നിന്നെ പൊളിച്ചു കളയത്തില്ല, ദൈവം നിന്നെ പറിച്ചു കളയത്തില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. ഇസഹാക്ക് ആ ക്ഷാമമുള്ള ദേശത്ത് അവിടെ തന്നെ താമസിച്ചു. സംഭവിച്ച ചില പരിണിത ഫലങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. 11-ാമത്തെ വാക്യത്തിൽ അത് അദ്ദേഹത്തിനുണ്ടായ ഒരനുഗ്രഹം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അബീമേലെക്ക് ഈ പുരുഷനെയോ അവന്റെ ഭാര്യയോ തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകുമെന്ന് സകല ജനത്തോടും കൽപ്പിച്ചു. അബീമേലെക്ക് എന്നുള്ളത് ഒരു രാജാവിൻ്റെ സ്ഥാന പേരാണ്. ഷെയ്ഖ് എന്ന് പറയത്തില്ലേ? എന്നതുപോലെ രാജാവിനെ അക്കാലത്ത് വിളിക്കുന്ന ഒരു പേരായിരുന്നു ഏത്? അബീമേലെക്ക്. ഈ പുരുഷനെയോ ഈ സ്ത്രീയോ തൊടുന്നവൻ എന്തു ചെയ്യും? മരണശിക്ഷ അനുഭവിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ദൈവം ജീവരക്ഷ നൽകും. ദൈവം ശത്രുക്കളിൽ നിന്ന് വിടുവിക്കും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ പുറപ്പെട്ട് കനാനിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവരെ പീഡിപ്പിക്കാൻ ദൈവം ആരെയും സമ്മതിച്ചില്ല. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞ് ദൈവം രാജാക്കന്മാരെ ശാസിച്ചിട്ടുണ്ട്. ഈ ദേശത്ത് നീ താമസിക്ക എന്നാണ് ദൈവം പറഞ്ഞത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന അനുഗ്രഹത്തിന്റെ 2-ാമത്തെ തലം 12-13 വാക്യമാണ്. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ഹലോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ആരംഭത്തിൽ പറഞ്ഞ ദൈവം പിന്നീട് അവനെ അനുഗ്രഹിച്ചു. എപ്പോഴാ അവൻ വിതച്ചത്? ക്ഷാമം മുറ്റി നിൽക്കുന്ന വരൾച്ചയുള്ള സമയത്താണ്. കാർഷിക ഉൽപ്പന്നങ്ങളാണ് അവരുടെ വരുമാനം. കൃഷി വിതച്ച് കൊയ്തെടുക്കണമെങ്കിൽ മഴ പെയ്യണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മഴ വർഷങ്ങളായി പെയ്തിട്ടില്ല, ആ ആണ്ടിലും മഴ പെയ്തിട്ടില്ല. പക്ഷെ ഇസഹാക്ക് വിതച്ചു, മഴ പെയ്തില്ലെങ്കിലും ദൈവം അവൻ്റെ വിളവിനെ അനുഗ്രഹിച്ചു. ആമേൻ. സാധാരണ രീതിയിൽ ഒരു വിളവ് വിതച്ചാൽ, ഒരു വിത്ത് വിതച്ചാൽ കുറച്ചൊക്കെ മങ്കോ പതിരോ ആയിപ്പോകും. 10% 20% എങ്കിലും ആമേൻ ലഭ്യമാകാതെ പോകും. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. തിരുവെഴുത്ത് പറയുകയാണ്, അവന് 100 മേനി വിളവ് കിട്ടിയെന്ന്. ദൈവം വാഗ്ദത്തം പറയുന്നവൻ മാത്രമല്ല, അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇസഹാക്ക് ആ ദേശത്ത് താമസിക്കുകയാണ്. തൻ്റെ പിതാവ് കുഴിച്ചിരുന്ന കിണറുകൾ ഫെലിസ്ത്യർ മൂടിക്കളഞ്ഞവ, അത് മണ്ണ് മാന്തിക്കളഞ്ഞ്, മണ്ണ് വാരിക്കോരിക്കളഞ്ഞ് അത് കുഴിച്ച്
പിതാവിട്ട പേരുകൾ തന്നെ ആ കിണറുകൾ കിട്ടു. ഗെരാർ ദേശത്തെ ഇടയന്മാർ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ കിണർ, ഞങ്ങളുടെ വെള്ളം. അവിടുന്ന് മാറി വേറൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ചും അവർ അവകാശവാദം ഉന്നയിച്ചു. ശണ്ട എന്ന് അതിന് പേരിട്ടു. ഹലോ, അടുത്ത വാക്യം വായിച്ചാട്ടെ. 22-ാമത്തെ വാക്യം. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. അപ്പൊ ഒരു കിണർ കുഴിച്ചു, ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു. വേറൊരു കിണർ കുഴിച്ചു, ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു. അവനോടൊന്ന് മാറിപ്പോയി വേറെ മൂന്നാമതൊരു കിണർ കുഴിച്ചു. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പ്രൈസല്ലോ. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. പരിശ്രമശാലികൾക്ക് വേണ്ടി ദൈവം പുതിയ ഉറവകൾ തുറന്നു തരും. ആരും അവകാശം പറയാത്ത ചില അനുഭവങ്ങൾ ദൈവം നമുക്കായി നൽകിത്തരുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ചെറുചിന്ത കൂടെ ഞാൻ അവിടെ പറയട്ടെ. ആ സമയത്ത് ഇസ്ഹാക്കിൻ്റെ ഭാര്യയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ആണ് വിവാഹമൊക്കെ നടന്നത്. ദൈവത്തിൻ്റെ ദൂതൻ മുന്നമേ കടന്നുപോയി വിവാഹം ക്രമീകരിച്ചതാ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി നിലനിന്ന ഒരു ദൈവപൈതലിൻ്റെ വിവാഹമാണ്. പക്ഷേ 20 വർഷം മക്കളില്ലായിരുന്നു. തിരുവെഴുത്ത് വായിക്കുകയാണ്, ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ മച്ചിയായിരുന്നു, ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലെ 3 ആത്മിക സ്വഭാവങ്ങൾ. ഒന്ന്, ബേർലഹൈരോയി എന്ന സ്ഥലം വരെ അവൻ ധ്യാനിപ്പാൻ പോയി എന്ന് ഉൽപ്പത്തി 24:63 നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 26:25 അവൻ പിതാവിനെ പോലെ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു എന്ന് വായിക്കുകയാണ്. ഉൽപ്പത്തി 25:21 അവൻ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വായിക്കുകയാണ്. അവൻ ഭക്തനായിരുന്നു, അല്ലേ? ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കൂടാരത്തിൽ സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും സ്വരം ഉയരുമായിരുന്നു. അവിടെയൊക്കെ വായിക്കുന്നൊരു ഭാഗം, ദൈവം അവന് പ്രത്യക്ഷമായി. ദൈവം അവന് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 32-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. ആ ദിവസം തന്നെ ഇസ്ഹാക്കിന്റെ ദാസന്മാർ വന്നു തങ്ങൾ കുഴിച്ച കിണറ്റിന്റെ വസ്തുത അവനെ അറിയിച്ചു. ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു. അവൻ അതിന് ശിബ എന്ന് പേരിട്ടു. ഹലോ, അന്ന് എന്നാണെന്നറിയാമോ? ആ അന്ന് എന്ന വാക്കിന്റെ അർത്ഥം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഇസ്ഹാക്കിനോട് അബീമലേക്കും സേനാപതിയായ പീക്കോലും കൂടെ വന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങളെക്കാൾ ബലവാനായതുകൊണ്ട് ഞങ്ങളെ വിട്ടു പോകണമെന്ന് പറഞ്ഞു. രാജാവ് പോകാൻ പറഞ്ഞ പോകാതിരിക്കാൻ പറ്റുമോ? ദൈവം പറഞ്ഞത് ഇവിടെ താമസിക്കാൻ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന, അല്ലേ? രാജാവ് വന്നിട്ട് നീ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അവൻ പോയി കുറച്ചു കാലം മാറി താമസിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിട്ട രാജാവും സേനാപതിയും കൂടെ ചെന്നിട്ട് ഈ ഇസ്ഹാക്കിനെ തിരിച്ചു വിളിക്കുകയാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ദേഷിച്ചു പറഞ്ഞു വിട്ടതല്ലേ, ഇപ്പോൾ പിന്നെ എന്തിനാ നിങ്ങൾ വന്ന് എന്നെ വിളിക്കുന്നത്? അവരിങ്ങനെയാണ് പറയുന്നത്, ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടിരിക്കുന്നു. നാട്ടുകാർ സാക്ഷ്യം പറയുകയാണ്, ആളുകൾ സാക്ഷ്യം പറയുക, ദൈവം നിൻ്റെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടിരിക്കുന്നു എന്ന്. അടുത്ത പദം, അന്ന് തന്നെ ഇടയന്മാർ വന്നിട്ട് അവർ കുഴിച്ച പുതിയ കിണറിന്റെ കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, നിന്നെ ദേഷിച്ചവർ നിന്നെ തിരിച്ചു വിളിക്കും. ആമേൻ. നിന്നോട് ശത്രുതയുള്ളവർ നിന്നോട് മിത്രമായി മാറുന്ന നിമിഷമുണ്ട്. ഇന്ന് പകലിൽ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 15 ശാപങ്ങളുടെ വിവരണമുണ്ട്. പക്ഷെ 21 പ്രാവശ്യം ആവർത്തിക്കുന്ന പദം അനുഗ്രഹം. അനുഗ്രഹം എന്ന പദമാണ്. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കാൻ അനുഗ്രഹിക്കുന്നവരായും ഇരിപ്പീൻ എന്നാണ് തിരുവചനം. ഇത് പുരവാസ്തു ബലിയൊന്നുമല്ല,
ഇത് ദൈവസന്നിധിയിലുള്ള സമർപ്പണ പ്രാർത്ഥനയാണ്. ദൈവജനത്തിൻ്റെ നന്ദിയുടെ, ദൈവം നൽകിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഭവനത്തെ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ഭവനത്തെ നിനക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. വലിയവനാ ദൈവമേ, ഈ ഭവനത്തിന് സ്തോത്രം സ്തുതി ഉയരട്ടെ. ഇതിൻ്റെ പണിയുടെ ആരംഭം മുതൽ അത് പൂർത്തീകരിക്കാൻ വിളിയാക്കിയുള്ളപ്പോൾ ഈ പണി ബദലായി കാണട്ടെ. ആരാധന വെളിപ്പെട്ടു വരട്ടെ. മേഘസമിറങ്ങുന്ന ദൈവം അവിടുത്തെ സ്ഥാനത്തിനുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയവനാ ദൈവമേ, പ്രിയമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി അധ്വാനിപ്പാൻ സ്വർഗം സഹായിച്ചല്ലോ, അതിനെല്ലാ ക്രിമികളും സ്വർഗം ഒരുക്കിയല്ലോ. പ്രിയമകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ അത്രത്തോളം സ്വർഗം സഹായിച്ചല്ലോ. ഇതിൻ്റെ പോരായ്മയൊക്കെ നികത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്നേ ദിവസം മുതൽ ഇവിടെ താമസമാകുന്ന ഈ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറെ നാളത്തെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായി വാടക വീടുകൾ വിട്ടൊഴിഞ്ഞ് ഇന്ന് പകൽ ദൈവർക്ക് സ്വന്തമായൊരു ഭവനം നൽകുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, ഞങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. ഇതൊന്നും ഞങ്ങൾ ഒരുക്കിയതല്ല, ഇതൊന്നും ഞങ്ങളുടെ നേട്ടങ്ങളല്ല, എല്ലാം അവിടുത്തെ ദാനങ്ങളാണ്. ഷിജുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമേ. റിൻസിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവപ്രിയ സഹോദരിയെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ കടാക്ഷം കൂടെ ഇരിക്കണമേ. ഷീബയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം പ്രിയ സഹോദരിയെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം അവളെ നിയോഗിച്ചിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗോഡ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ പഠനത്തെ അനുഗ്രഹിക്കണമേ, ഭാവിയെ നൽകണമേ, അനുഗ്രഹിക്കണമേ. നീതിമാന്റെ സന്തതി തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോഴും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത ദൈവമേ, അവർക്ക് വേണ്ടതെല്ലാം ദൈവം സ്വർഗത്തിൻ്റെ ഭണ്ഡാരങ്ങൾ തുറന്ന് സമൃദ്ധമായി നൽകി സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ ഞാൻ ഈ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേൾക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.